എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും സുഖവും സന്തോഷവും സമ്പദ് സമൃദ്ധിയും കൊണ്ട് സമ്പന്നമായ ഇന്നേ ദിവസവും ആയതുപോലെ വരുന്നതായ എല്ലാ ദിവസവും തിരുവൻ സർവശക്തൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് കമ്പനി ജോലിക്കാരാകട്ടെ, ജോലിയുള്ളവരാകട്ടെ, കൂലിവേലക്കാരാകട്ടെ, ഗവൺമെൻറ് എംപ്ലോയീസ് ആകട്ടെ, ഏത് മേഖലയിലുള്ളവരായാലും ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് കിട്ടുന്നതിനേക്കാൾ കൂടുതലുള്ള ഷുഗർ ഇവൻറ്റ്സ് ആകട്ടെ, വരുന്ന ചിലവുകളാകട്ടെ, വന്നു പെടുന്ന ചിലവുകളാകട്ടെ, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലോ ഉണ്ടാകുന്ന ഫങ്ഷൻസ്, ഓരോ കാര്യങ്ങൾ മുഖേന കിട്ടുന്ന പൈസ മിച്ച ബഡ്ജറ്റിന് പകരം കമ്മി ബഡ്ജറ്റിലേക്ക് പോകുകയോ ബാധ്യതയിലേക്ക് പോകുകയോ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ് മിക്കവാറും കണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കല്യാണം കഴിച്ചവരാകട്ടെ, കഴിക്കാനിരിക്കുന്നവരാകട്ടെ, മുത്തച്ഛന്മാരാകട്ടെ, മുത്തച്ഛന്മാരാണെങ്കിൽ പേരക്കുട്ടികൾക്കും, കല്യാണം കഴിച്ചവരാണെങ്കിൽ കുട്ടികൾക്കും, അല്ലാത്തവർക്ക് കുട്ടികളാവുന്നതിന് മുന്നേ തന്നെ എങ്ങനെ ഒരു പെനാൽറ്റി പാരൻ്റ് ആകാതിരിക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് പാരൻ്റ് ആയിക്കൊണ്ട് ബാധ്യത കൂടാതെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ പെൺകുട്ടികളാണെങ്കിൽ ഒരുപാട് പൈസ കല്യാണവും അതുപോലെ മറ്റു ചിലവുകൾ വരുന്നു. ആൺകുട്ടികളാണെങ്കിൽ തന്നെ നല്ലൊരു ജോലിയിലേക്ക് എത്തുന്നതിലേക്ക്, ഇപ്പോൾ പുറത്തേക്ക് പോയി അല്ലെങ്കിൽ വിദേശങ്ങളിൽ പോയി അമേരിക്കയിലോ അല്ലെങ്കിൽ കാനഡ, ലണ്ടൻ, അങ്ങനെ പല രാജ്യങ്ങളിൽ പോയി പഠിക്കേണ്ടതായി വരുന്നു. അതല്ലെങ്കിൽ ഇവിടെ തന്നെ ഹയർ എഡ്യൂക്കേഷന് ഇന്നത്തെ കാലത്ത് ഒരുപാട് ചിലവുകൾ വരുന്നു. ട്യൂഷൻ ഫീസ്, ബുക്സ്, മെറ്റീരിയൽസ്, ഡ്രസ്സ്, ട്രാവലിംഗ്, സ്റ്റഡി മെറ്റീരിയൽസ്, അങ്ങനെ ഒരുപാട് പൈസ ചിലവാക്കിയാണ് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തപ്പെടുന്നത്. അതിലേക്ക് ലോൺ എടുക്കുക, കടബാധ്യതയിലേക്ക് വരിക, അത് സ്വാഭാവികമായി മാത്രമായിക്കൊണ്ടിരിക്കുന്നതും പാരൻസ് ബാധ്യതയും കടബാധ്യതയും ബാധ്യതയുടെ പുറമെ ഭയങ്കര ഒരു തീരാനഷ്ടവും കഷ്ടത്തിലേക്കും പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിന് അതിനൊരു അറുതി വരുത്തുന്നതിലേക്ക് എപ്പോഴാണോ കുട്ടികളാകുന്നത് അപ്പോൾ മുതൽ ഹയർ എഡ്യൂക്കേഷന് എത്ര രൂപ, അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയതോ അതിലേക്ക് നമ്മളൊരു പൈസ കണ്ടെത്തി വെച്ച് കഴിഞ്ഞാൽ നിശ്ചിത കാലത്തിന് ശേഷം, അല്ലെങ്കിൽ ഒരു 5 കൊല്ലത്തുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി ടൈമിൽ നല്ലൊരു തുക കിട്ടിക്കൊണ്ട് ആ കുട്ടിയുടെ പഠനം അല്ലെങ്കിൽ ലക്ഷ്യം സാധീകരിക്കുന്നതിലേക്ക് നമ്മൾക്ക് സഹായകരമാവുന്ന, അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കാതെ കണ്ടുകൊണ്ട് ബോണസ് ആയിക്കൊണ്ട്, അതല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യപ്പെട്ട് സേവ് ആൻഡ് ക്രിയേറ്റ് മെത്തേഡിലൂടെ നമ്മൾക്കത് സാധ്യമായിക്കൊണ്ട് ഒരു പെനാൽറ്റി പാരൻ്റ് ആകാതെ പ്രോഫിറ്റ് മേക്കിംഗ് പാരൻ്റ് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ സഹായം എടുക്കാതെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞ സഹായം എടുത്തുകൊണ്ട് നല്ല രീതിയിൽ വിദ്യാഭ്യാസവും, അതോടൊപ്പം തന്നെ സെൽഫ് എംപ്ലോയി ആണെങ്കിൽ സ്വന്തമായി തന്നെ ജോലി കണ്ടെത്തുന്നതിലേക്കും, പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിലേക്കും ഒക്കെ കൂടുതൽ ബാധ്യതയിലേക്കാകാതിരിക്കുകയോ ഒട്ടും തന്നെ ബാധ്യതയിലേക്കാകാതിരിക്കുന്നതിലോ നമ്മൾ പൊണിമുടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അടച്ചുകൊണ്ടിരിക്കുന്ന തുകയ്ക്ക് ആനുപാതികമായ ബെനിഫിറ്റും, ബോണസ്, അഡീഷണൽ ബോണസ്, അതോടൊപ്പം തന്നെ ലോയൽറ്റി അഡീഷനും, ഇതോടൊപ്പം തന്നെ ഇതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് തന്നെ നമ്മൾക്കൊരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷനും, ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന കാലത്ത് പാരൻസായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഇൻഷുർഡായിട്ട് വരുന്ന വ്യക്തി, അല്ലെങ്കിൽ പ്രൊപ്പോസറായിട്ട് ഇതിൽ ചേർന്ന് പൈസ അടച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ച് ചെയ്യുന്നതെങ്കിൽ, ആ കുട്ടിയുടെ പഠനത്തിലേക്ക് പാരൻസിന് എന്തെങ്കിലും സംഭവിച്ചു പോവുകയാണെങ്കിൽ ആ കുട്ടിയുടെ പഠനം കമ്പനി ഏറ്റെടുത്തുകൊണ്ട് അത് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ വിജയപ്രദമാക്കുന്ന, കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള പല പദ്ധതികളെക്കുറിച്ചും പല വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അപ്പോൾ കിട്ടുന്നതിലേക്ക് വേണ്ടി ബാബു പണിക്കശ്ശേരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഇൻഫർമേഷനും അതാത് സമയം നിങ്ങളിൽ എത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഹെൽത്തിനോടനുബന്ധിച്ച് ഒപ്റ്റിമം വെൽനസ് 2 NOV 24 എന്ന ഒരു ചാനലിലൂടെ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകാമെന്ന അടുത്ത ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് വരുന്നവരെ എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.